റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പതാലിൻ തമ്പി എഴുതിയ സ്പെഷ്യൽ കോഡ് എന്ന നോവൽ. കേൾക്കാം, ആസ്വദിക്കാം. ചന്ദ്രഗിരി കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. പത്രത്തിന്റെ തലക്കെട്ട് വായിച്ച ചന്ദ്രഗിരിയിലെ ആക്ഷൻ കമ്മിറ്റി കൺവീനർ ജയദേവൻ നടുങ്ങി. ആ നടുക്കം പെട്ടെന്ന് അസ്വസ്ഥതയായി മാറി. അയാൾ സാവധാനം കഴുത്തു തിരിച്ച് ഭിത്തിയിൽ ചുവന്ന ലൈറ്റിട്ട് അലങ്കരിച്ചിരിക്കുന്ന മകന്റെ ചിത്രത്തിലേക്ക് നോക്കി നെടുവേർപ്പെട്ടു. ജയകുമാർ. ആക്ഷൻ കൗൺസിലിന്റെ സമരം അക്രമാസക്തമായപ്പോൾ പോലീസിന്റെ വെടിയേറ്റ് മരിച്ച സ്കൂൾ വിദ്യാർത്ഥി ജയകുമാർ. പ്രമാദമായ ചന്ദ്രഗിരി കേസിന്റെ ബലിയാട്. മകന്റെ ചിത്രത്തിലേക്ക് നോക്കി ജയദേവൻ ഇരുന്നു പോയി. ചന്ദ്രഗിരി കേസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ചന്ദ്രഗിരി പെൺവാണിഭ കേസാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് പത്രക്കാർ ഒരു പേര് നൽകി, ചന്ദ്രഗിരി പെൺകുട്ടി. അവളുടെ പേര് ഇന്നും ലോകത്തിന് അജ്ഞാതമാണ്. അവളുടെ ഫോട്ടോ ഒരു പത്രങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ജയദേവന്റെ മകൾ ജയകുമാരിയോടൊപ്പം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചന്ദ്രഗിരി പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് തട്ടിക്കൊണ്ടുപോയത്. മകളെ കാണാതായപ്പോൾ പിതാവ് പോലീസിൽ പരാതി നൽകി. പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിച്ചപ്പോൾ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. പെൺകുട്ടിയുടെ തിരോധാനം സംബന്ധിച്ചുണ്ടാക്കിയ കമ്മിറ്റിയുടെ കൺവീനറായി യോഗ്യനായത് ജയകുമാരിയുടെ അച്ഛൻ ജയദേവൻ തന്നെയായിരുന്നു. ജയദേവൻ കൺവീനറായി. നാട്ടിലെ ജനരോഷം ഇളകി മറിഞ്ഞു. വിദ്യാർത്ഥികളും സമരത്തിൽ പങ്കുചേർന്നു. സമരം നിയന്ത്രണാതീതമായപ്പോൾ പോലീസ് ടിയർ ഗ്യാസ് പൊട്ടിച്ചു. അത് കഴിഞ്ഞ് ആകാശത്തേക്ക് വെടിവെച്ചു. എന്നിട്ടും ജനരോഷം ജ്വലിച്ചു മുന്നേറി. പോലീസ് വെടിവെച്ചു. ആദ്യം പിടഞ്ഞു വീണത് ജയദേവന്റെ മകൻ ജയകുമാർ ആയിരുന്നു. പലർക്കും പരിക്കേറ്റു. പോലീസുകാർക്കും പരിക്കേറ്റു. ചന്ദ്രഗിരി കവല യുദ്ധക്കളമായി മാറി. പത്രങ്ങളും TV ചാനലുകളും സ്കൂൾ വിദ്യാർത്ഥിനിയായ ചന്ദ്രഗിരി പെൺകുട്ടിയുടെ തിരോധാനത്തിനും ജനകീയ സമരത്തിനും വാർത്താ പ്രാധാന്യം നൽകി. പ്രതിപക്ഷം നിയമസഭയെ ഇളക്കി മറിച്ചു. പലതവണ നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോക്ക് നടത്തി. പോലീസ് ഊർജിതമായി കേസ് അന്വേഷിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകി. കുറെ പോലീസുകാർക്ക് സസ്പെൻഷൻ കിട്ടി. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. മാസങ്ങളോളം നീണ്ട അന്വേഷണം. ഒടുവിൽ ചന്ദ്രഗിരി പെൺകുട്ടിയെ പോലീസ് കണ്ടുപിടിച്ചു. അവളെ പീഡിപ്പിച്ചവരെ കടുത്ത അന്വേഷണത്തിലൂടെ കണ്ടെത്തി. തിരിച്ചറിയൽ പരേഡ് നടത്തി. കുറ്റപത്രം തയ്യാറാക്കി. പ്രതികളെ ജയിലിലടച്ചു. കേസ് വിസ്താരത്തിന് പ്രഗത്ഭരായ പ്രോസിക്യൂട്ടറെ ഗവൺമെന്റ് നിയോഗിച്ചു. മാസങ്ങളോളം വിസ്താരം നടന്നു. പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടു. പ്രതികൾ അപ്പീൽ പോയി. പ്രതികൾ 1-2മല്ല, 30 പേരാണ്. മേൽക്കോടതിയിൽ വീണ്ടും കേസ് നടന്നു. ഒടുവിൽ വിധി പ്രഖ്യാപിച്ചു. ചന്ദ്രഗിരി കേസിലെ പ്രതികൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷന് അസന്നിഗ്ധമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല. പ്രതികളെ നിരുപാധികം വിട്ടയക്കാൻ കോടതി ഉത്തരവിട്ടു. പെൺകുട്ടിയെ സർക്കാർ പുനരധിവസിപ്പിച്ചു. പക്ഷേ ജയകുമാർ, കോളിളക്കം സൃഷ്ടിച്ച കേസിലെ സാക്ഷിയും വാദിയുമായ പെൺകുട്ടി എല്ലാം മറക്കാൻ ശ്രമിക്കുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സമൂഹം അവളെ സഹായിക്കുന്നു. ബലിയാടാകേണ്ടി വന്ന ജയകുമാർ, മകനെ നഷ്ടപ്പെട്ട ആക്ഷൻ കമ്മിറ്റി കൺവീനറായ അച്ഛൻ, മകനെ നൊന്തു പ്രസവിച്ച അമ്മ, ഏക സഹോദരനെ നഷ്ടപ്പെട്ട സഹോദരി. ജയകുമാറിന്റെ ജീവന്റെ വിലയായി സർക്കാർ 1 ലക്ഷം രൂപ വെച്ച് നീട്ടി. ജയദേവൻ അത് നന്ദിപൂർവ്വം നിരസിച്ചു. പോലീസുകാരുടെ സസ്പെൻഷനുകൾ പിൻവലിക്കപ്പെട്ടു. സമാധാനമില്ലാത്ത ഒരു കുടുംബം മാത്രം, ജയദേവന്റെ കുടുംബം. ആർക്കാണ് തെറ്റുപറ്റിയത്? കോടതിക്ക് തെറ്റുപറ്റിയോ? കുറ്റപത്രം തയ്യാറാക്കിയ പോലീസിന് തെറ്റുപറ്റിയോ? ജനകീയ സമരം നടത്തിയ ജയദേവന് തെറ്റുപറ്റിയോ? പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ചെറുപ്രായത്തിൽ ഇറങ്ങി പുറപ്പെട്ട ചന്ദ്രഗിരി പെൺകുട്ടിക്ക് തെറ്റുപറ്റിയോ? ഒരു പെൺകുട്ടിയുടെ തിരോധാനം, അതിനോടനുബന്ധിച്ച് സംസ്ഥാനത്തിനുണ്ടായ കഷ്ടനഷ്ടങ്ങൾ എത്രയാണ്? ചന്ദ്രഗിരി പെൺകുട്ടിയുടെ പിതാവിന് പരാതി എഴുതി കൊടുക്കാൻ വാങ്ങിയ 20 പൈസയുടെ കടലാസാണ് നഷ്ടം. ജയദേവൻ ചിന്തിച്ചു. സമരത്തോടനുബന്ധിച്ച് 5 സർക്കാർ ബസ്സുകളും 4 സ്വകാര്യ ബസ്സുകളും 2 ജീപ്പും തകർക്കപ്പെട്ടു. കടകമ്പോളങ്ങൾ തകർത്തു. പോലീസിനെ വിന്യസിച്ചതിനുള്ള സർക്കാർ ചെലവ്, നിയമസഭയിലുണ്ടായ ബഹളവും ഇറങ്ങിപ്പോക്കും മൂലം രാജ്യത്തിനുണ്ടായ നഷ്ടം, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും ഭത്തയും.
വാഹനത്തിന്റെ ഇന്ധനവും തേയ്മാനവും, ജോലി ചെയ്യാതെ സസ്പെൻഷനിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അലവൻസ്, പ്രോസിക്യൂട്ടർമാരുടെയും ജഡ്ജിമാരുടെയും ശമ്പളം, അടച്ചുകിട്ടിയ വാഹനത്തിൽ പെൺകുട്ടിയെ കൊണ്ടു നടക്കുന്നതിന്റെ ചെലവുകൾ, അവളുടെ വീടിന് ഏർപ്പെടുത്തിയ പോലീസ് കാവൽക്കാരുടെ ശമ്പളം, പത്ര റിപ്പോർട്ടർമാരും ഫോട്ടോഗ്രാഫർമാരും ഉറക്കമൊഴിച്ചു നടന്ന് വാർത്ത ശേഖരിച്ച വകയിലുള്ള ശമ്പളവും ഭത്തയും, TV ചാനലുകാരുടെ ചിലവ് 1 കോടി രൂപയാണോ? അതിനു മേലായിരിക്കുമോ? ആർക്കും അറിയില്ല. കാമപൂരണത്തിനും പണസമ്പാദനത്തിനുമായി ഒരാളുടെ മനസ്സിൽ തോന്നിയ കുൽസിത ചിന്താഗതിയുടെ വില. അവരെല്ലാവരും മാന്യന്മാരായി ജീവിക്കുന്നു. ദുഃഖം ഒരാൾക്ക് മാത്രം, ജയദേവന്. തിരിച്ചറിയൽ പരേഡിൽ ചന്ദ്രഗിരി പെൺകുട്ടി തിരിച്ചറിഞ്ഞ കശ്മലന്മാർ എങ്ങനെ കുറ്റവാളികളല്ലാതായി? രാജ്യത്തിന് ലക്ഷങ്ങളും കോടികളും നഷ്ടം വരുത്തുകയും അശാന്തി വിതയ്ക്കുകയും ചെയ്ത കുറ്റവാളികൾ സമാധാനത്തോടെ ജീവിക്കുമ്പോൾ അവരെ പിടികൂടണമെന്ന് പറഞ്ഞ് വഴിമരുന്നിട്ടുകൊടുത്ത ജയദേവൻ മാത്രം ദുഃഖിക്കണോ? അയാൾ പത്രം ചന്നം പന്നം വിളിച്ചു കയറി കളഞ്ഞിട്ട് എഴുന്നേറ്റ് മകന്റെ ചിത്രത്തിലേക്ക് നോക്കി. മോനെ, അച്ഛന് തെറ്റുപറ്റി. നിന്നെ നഷ്ടപ്പെടുത്തിയത് താലോലിച്ചു വളർത്തിയ ഞാൻ തന്നെയാടാ. നിന്റെ അമ്മയെ മാനസിക രോഗിയത് ഞാനാ മോനെ. നിന്റെ ചേച്ചിയുടെ പഠിത്തം മതിയാക്കിച്ചത് ഈ പാപിയായ അച്ഛനാടാ. തോറ്റടാ, ഞാൻ മാത്രം തോറ്റു. ജയദേവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുതിർന്ന കണ്ണുകളോടെ ഫോട്ടോയിലേക്ക് നോക്കിയപ്പോൾ മകനും കരയുന്നത് പോലെ ജയദേവന് തോന്നി. അച്ഛൻ തോൽക്കരുത്. എനിക്ക് വേണ്ടി കോടതിയിൽ അച്ഛൻ അവരെ വിസ്തരിക്കണം. കുറ്റവാളികളെ ശിക്ഷിക്കണം. അവർക്ക് മാപ്പ് കൊടുക്കരുത്. ജയകുമാറിന്റെ ചുണ്ടുകൾ ചലിക്കുന്നത് അത്ഭുതത്തോടെ ജയദേവൻ കണ്ടു. ആ ഫോട്ടോ കയ്യിലെടുത്ത് അയാൾ ഭ്രാന്തമായ ആവശ്യത്തോടെ ചുംബിച്ചു. തൊട്ടടുത്ത മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഭാര്യയെ ജനൽ കർട്ടൻ മാറ്റി നോക്കി. അവൾ ഉറങ്ങുകയാണോ ഭൂതം കിട്ടുകിടക്കുകയാണോ? സംഭവം നടന്നിട്ട് 3 വർഷമായി. ഇപ്പോഴും ശാരദയ്ക്ക് സമനില തിരിച്ചു കിട്ടിയിട്ടില്ല. ആളുടെ മനസ്സ് അഴിമുഖം പോലെ പ്രക്ഷുബ്ധമാണ്. ജയദേവനെ കാണുന്നത് തന്നെ അവൾക്ക് വെറുപ്പാണ്. മകനെ കൊലയ്ക്ക് കൊടുത്തത് ഭർത്താവാണെന്ന് പറഞ്ഞ് അയാളെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. മരുന്നും മന്ത്രവും ഒന്നും ഇപ്പോഴും അവളുടെ മസ്തിഷ്കത്തെ ശാന്തമാക്കിയിട്ടില്ല. ജയദേവൻ മുറി തുറന്ന് അകത്തേക്ക് കയറി. കണ്ണടച്ചു കിടക്കുന്ന അവൾക്ക് സമീപം ഇരുന്നു. പുറമെ ശാന്തമെങ്കിലും ചുട്ടുപഴുത്ത ഉൾക്കാമ്പുള്ള ഭൂമിദേവി. കണ്ണു തുറന്നാൽ തീ പുറത്തേക്ക് ചീറ്റും. അയാൾ സാവധാനം അവളുടെ നെറുകയിൽ തലോടി. അയാളുടെ കണ്ണുനീർ അവളുടെ കൺപോളകളെ നനച്ചു. ശാരദ കണ്ണു തുറന്നു. ആ കണ്ണിൽ നോക്കാൻ കഴിയാതെ ജയദേവൻ ദൃഷ്ടി മാറ്റി. എന്നെ നീ കൊല്ലാൻ വന്നതാണോടാ? ശാരദ ചാടി എണീറ്റു. അവൾ ജയദേവനെ അടിക്കുകയും ഇടിക്കുകയും മാന്തുകയും കടിക്കുകയും ചെയ്തു. ബഹളം കേട്ട് ഓടി വന്ന് തടയാൻ ശ്രമിച്ച മകളെ മുറിയിൽ നിന്നും ഇറക്കിയിട്ട് അയാൾ കതകടച്ചു പൂട്ടി. ജനൽ കട്ടനിടിലൂടെ അമ്മയെ വഴക്ക് പറയുകയും അച്ഛനോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുകയും ചെയ്തുകൊണ്ടിരുന്നു അവൾ. രണ്ടുപേരും അനുസരിച്ചില്ല. കളി അടങ്ങിയപ്പോൾ ശാരദ ഭർത്താവിനെ സംതൃപ്തിയോടെ നോക്കി. അയാളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി രക്തമൊലിക്കുന്നു. ശാരദേ, നീ എന്നെ കൊല്ല്. നിന്റെ മനസ്സിനെങ്കിലും ശാന്തി ലഭിക്കട്ടെ. ശാരദ വീണ്ടും വീണ്ടും ജയദേവനെ മർദ്ദിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അവളുടെ കലി അടങ്ങി. പ്രക്ഷുബ്ധമായിരുന്ന അഴിമുഖത്തെ തിരകൾ അടങ്ങി. അടിത്തട്ടിൽ ആടി ഒലഞ്ഞുകൊണ്ടിരുന്ന കല്ലും മണലും ചലനരഹിതമായി. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഭർത്താവിനെ അവൾ ഭയത്തോടെ നോക്കി. അയ്യോ, ഇതെന്തു പറ്റി? എടി പെണ്ണേ, ജയേ, ഓടിവാടി! ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൾ സാരി തലപ്പെടുത്ത് ജയദേവന്റെ ശരീരത്തിലെ രക്തം തുടച്ചു. അമ്മേ, വാതിൽ തുറക്ക്! ജനാലക്കിൽ നിന്നുകൊണ്ട് ജയകുമാരി വിളിച്ചു പറഞ്ഞു. ശാരദ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. അമ്മയും മകളും ചേർന്ന് ജയദേവനെ ശുശ്രൂഷിച്ചു. അയാൾ അനങ്ങാതെ കിടന്നു. അച്ഛന് എന്തു പറ്റിയതാ മോളെ? നീ വേഗം കാപ്പിയിട്. ശാരദ മകളെ അടുക്കളയിലേക്ക് ഓടിച്ചു വിട്ടു. ഭർത്താവിന്റെ തലയെടുത്ത് മടിയിൽ വെച്ചു. സാരി തലപ്പ് കൊണ്ട് വീണ്ടും വീണ്ടും ജയദേവന്റെ മുറിവുകളിൽ ഒപ്പി. ശാരദേ, പതിഞ്ഞ ശബ്ദത്തിൽ അയാൾ വിളിച്ചു. എന്താ, വേദനിക്കുന്നുണ്ടോ? നമുക്ക് ആശുപത്രി പോകാം. വേണ്ട. അയാൾ അവളുടെ മുഖത്തേക്ക് തന്നെ കണ്ണുവയ്ക്കാതെ നോക്കിക്കിടന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? നിന്നെ കാണാൻ, നിന്റെ ശാന്തമായ മുഖം കണ്ടിട്ട് മരിക്കാൻ. ജയദേവന്റെ കണ്ണുകൾ നിറഞ്ഞു. ചേട്ടന് എന്തു പറ്റി? ആരെങ്കിലും ഉപദ്രവിച്ചത്? ആരും ഉപദ്രവിച്ചതല്ല, ഞാൻ വീണതാണ്. ജയകുമാരി കാപ്പിയുമായി എത്തി. അവൾ അമ്മയ്ക്കും അച്ഛനും സമീപം ഇരുന്നു. മോളെ, ഇതാ നിന്റെ അമ്മ. ഇവളെ എങ്ങനെയൊന്ന് കാണാൻ എത്ര വർഷമായി ഞാൻ കൊതിച്ചു. ഇപ്പോഴെങ്കിലും ഇവളെ ശാന്തയായി കാണാൻ കഴിഞ്ഞല്ലോ.
ജയദേവന്റെ കണ്ടമിടറി. ശാരദയ്ക്ക് അയാൾ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. ഭർത്താവിനെ താങ്ങി പിടിച്ചിരുത്തി. ജയകുമാരി അച്ഛന് കാപ്പി കൊടുത്തു. നീ സ്കൂളിൽ പോയില്ലടി മോളെ? ശാരദ ചോദിച്ചു. ഇന്ന് ശനിയാഴ്ചയാ. അവനെവിടെ പോയി? ക്രിക്കറ്റ് കളിക്കാൻ. പെട്ടെന്ന് ജയദേവൻ പറഞ്ഞു. മനസ്സ് ശാന്തമായ ശാരദയോട് ജയദേവനും ജയകുമാരിയും വളരെ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. ഈ സമയം കോടതി വിധി അറിഞ്ഞ് പ്രതികൾ തങ്ങളുടെ വിജയം ആഘോഷിക്കുകയായിരുന്നു. വിജയാഘോഷ വേളയിൽ മുഖ്യപ്രതി കനകരാജ് പറഞ്ഞു, ഈ കേസ് വലിയൊരു ഇഷ്യൂ ആക്കിയത് ജയദേവനാണ്. അവനൊരു പാഠം പഠിപ്പിക്കണം. എങ്ങനെ പാഠം പഠിപ്പിക്കും? സത്യവ്രതൻ ചോദിച്ചു. കാണാതാകുന്ന പെൺകുട്ടികളെയൊക്കെ കണ്ടുപിടിക്കുന്ന ചുമതല ജയദേവനാണല്ലോ. അവന്റെ മകൾക്ക് ഇപ്പൊ 18 വയസ്സുണ്ട്. ആളൊരു കൊച്ചു സുന്ദരി. നിയമപ്രകാരം പ്രായപൂർത്തിയായവൾ. അവളെ കാണാതായാൽ ആരും പ്രക്ഷോഭം നടത്തുകയില്ല. അരക്കൈ നോക്കിയാലോ? ഏതായാലും നമ്മൾ നനഞ്ഞിറങ്ങി. 15 വയസ്സുള്ള പെണ്ണിനെ കൊണ്ടുപോയിട്ട് ഒരു ചുക്കും സംഭവിച്ചില്ല. പിന്നാണോ 18കാരി? അവളെ ഞാൻ കല്യാണം കഴിക്കാം, സത്യവ്രതം പറഞ്ഞു. നീയല്ല, നീ പ്രതിയായ ആളാടാ. ഞാൻ വേറൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ജയദേവനെ പെൺവാണിഭ്യത്തിന്റെ അതിരുകളില്ലാത്ത ആകാശം എന്താണെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണം. അല്ലാതെ എന്റെ ഈ ജീവിതത്തിന് അർത്ഥമില്ലാതെ വരും. ബാറിൽ നിന്ന് ഇറങ്ങി കനകരാജ് കാറിൽ കയറി. ചന്ദ്രഗിരി പെൺവാണിഭ കേസിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കോടതി വിട്ടയച്ച പ്രതിയാണ് ഐസ്ക്രീം പാർലർ നടത്തുന്ന പ്രകാശ്. പ്രകാശിന് തിരിച്ചറിയൽ പരേഡിൽ പെൺകുട്ടിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. 28 വയസ്സ് പ്രായമുള്ള പ്രകാശ് വിവാഹിതനും ഒരു പെൺകുട്ടിയുടെ പിതാവുമാണ്. പെൺവാണിഭത്തിൽ പ്രകാശിനെ സഹായിക്കുന്നത് ഭാര്യ അനിതയാണ്. പ്രകാശിനും അനിതയ്ക്കും മുംബൈയിലും ഗൾഫിലും വാണിഭത്തിന്റെ വേരുകളുണ്ട്. വമ്പന്മാർക്ക് പ്രകാശ് ഇപ്പോഴും പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കുന്നുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ പ്രകാശ് അനിത ദമ്പതികൾ പെൺവാണിഭത്തിലൂടെ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. നഗരത്തിൽ പല കെട്ടിടങ്ങളും ബിനാമി പേരിൽ അവർക്കുണ്ട്. ചന്ദ്രഗിരി പെൺകുട്ടിയെ വിലയ്ക്ക് വാങ്ങി മുംബൈക്ക് കടത്താനാണ് പ്രകാശ് ആദ്യം ബന്ധപ്പെട്ടത്. എന്നാൽ കനകരാജ് സമ്മതിച്ചില്ല. പൊന്മുട്ടയിടുന്ന താറാവിനെ വിൽക്കാൻ അയാൾക്ക് സമ്മതമില്ലായിരുന്നു. അങ്ങനെ ഹ്രസ്വമായ ഒരു സന്ദർശനമാണ് പ്രകാശിനെ കേസിൽ നിന്ന് രക്ഷിച്ചത്. അവനെ ഓർമ്മയുടെ ചെപ്പിനുള്ളിൽ സൂക്ഷിക്കാൻ ചന്ദ്രഗിരി പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. ചന്ദ്രഗിരി പെൺവാണിഭ കേസിൽ ഏറ്റവും കൂടുതൽ പണം ചിലവായത് കനകരാജിനായിരുന്നു. വാണിഭത്തിലൂടെ സമ്പാദിച്ചതിന്റെ 100 ഇരട്ടി അയാൾക്ക് നഷ്ടപ്പെട്ടു. സ്വത്തുക്കളുടെ സിംഹഭാഗവും വിറ്റഴിച്ചു. നാട്ടിലുണ്ടായിരുന്ന പ്രതിച്ഛായ നഷ്ടപ്പെട്ടു. ഒടുവിൽ ബാക്കി സ്വത്തുക്കൾ കൂടി വിറ്റ് ചന്ദ്രഗിരി പ്രദേശത്തോട് വിട പറഞ്ഞു. ഇപ്പോ ഭാര്യയും 2 കുട്ടികളോടുമൊത്ത് നഗരത്തിൽ വാടക വീട്ടിൽ കഴിയുകയാണ്. ഏത് വിധേനയും കുറെ പണം സമ്പാദിക്കാതെ കനകരാജിനെ പിടിച്ചു നിൽക്കാനാവില്ല. തന്റെ പഴയ മാരുതി കാറിൽ അവൻ ഐസ്ക്രീം പാർലറിലെത്തി. കൗണ്ടറിൽ ഇരുന്ന യുവതിയോട് ചോദിച്ചു, പ്രകാശ് ഉണ്ടോ ഇവിടെ? ആരാണ്? എന്റെ പേര് കനകരാജ്. യുവതി ടെലിഫോൺ എടുത്ത് ഒരു നമ്പർ അമർത്തി എന്തോ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. കനകരാജ് അറിയാതെ പ്രകാശ് ഒരു രഹസ്യ സൂചി ദ്വാരത്തിൽ കണ്ണു ചേർത്ത് വെച്ച് നോക്കി. കൗണ്ടറിൽ നിൽക്കുന്നത് കനകരാജ് തന്നെയാണെന്ന് ബോധ്യമായപ്പോൾ അകത്തേക്ക് കയറ്റിവിടാൻ പ്രകാശ് നിർദ്ദേശിച്ചു. വാതിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാത്ത ഭിത്തിയിൽ പിടിച്ച് യുവതി തള്ളി. രണ്ടുപേരും അകത്തു കയറി. വീണ്ടും 2 വാതിലുകൾ കൂടി കടന്ന് പ്രകാശിന്റെ മുറിയിലെത്തി. യുവതി മടങ്ങിപ്പോയി. പ്രകാശ് ബട്ടൺ അമർത്തിയപ്പോൾ വാതിലടഞ്ഞു. എന്താ കനകരാജ്, പുതിയ പദ്ധതി വല്ലതുമുണ്ടോ? എടോ, ആ പെണ്ണിനെ വിലക്കി തരുമെന്ന് ഞാൻ ചോദിച്ചല്ലേ, ഒടുവിൽ എന്തായി? എനിക്ക് ബുദ്ധിമോശം പറ്റിപ്പോയി. ആ പെണ്ണ് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഗതി എന്താകുമായിരുന്നു? പോയ ബുദ്ധി ഇനി ആന പിടിച്ചാലും തിരികെ കിട്ടുകയില്ലല്ലോ. ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാണ്. എന്താണ്? എന്റെ ഒരു സുഹൃത്ത് ഉടനെ വിവാഹം കഴിക്കുന്നുണ്ട്. പെണ്ണ് സുന്ദരിമാരിൽ സുന്ദരി. ആദ്യ രാത്രിയിൽ തന്നെ പെണ്ണിനെ തരാം. വേണ്ട, ഇവിടെ ഞാൻ ഒരുവിധ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടെയാണ്. റിസ്ക് ഉള്ള ഒരു പരിപാടിക്കും ഞാനില്ല. പ്രകാശ്, താൻ കൈയൊഴിയരുത്. സർവ്വതും നശിച്ചു. ഇപ്പോ വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. പ്രകാശ് ഒരു നിമിഷം ആലോചിച്ചിട്ട് ചോദിച്ചു, പെണ്ണിനെ മുംബൈയിൽ എത്തിച്ചു തരുമോ? ഞാൻ മുംബൈ കണ്ടിട്ടില്ല. അത് സാരമില്ല, വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. ശരി, സമ്മതിച്ചു. എത്ര രൂപ തരും? പെണ്ണിനെ കാണണം. എന്ത് കാണാനാ പ്രകാശേ?
18 വയസ്സുള്ള സുന്ദരി പെണ്ണ്. 1 രൂപ വാങ്ങിത്തരാം. 1 ലക്ഷമോ? 2 രൂപ വാങ്ങിത്ത പ്രകാശെ. ഞാൻ തകർന്നു നിൽക്കുകയാ. ഞാൻ വിളിച്ചു പറയാം. പിന്നെ തന്റെ ഭാഗ്യം പോലെ ഇരിക്കും. കിളിയെ എപ്പോ മുംബൈയിലെത്തിക്കും? 10 ദിവസത്തിനുള്ളിൽ ഞാൻ കറക്റ്റ് സമയം പറയാം. ഓക്കെ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട. കനകരാജ് എഴുന്നേറ്റു. പ്രകാശ് ബട്ടൺ അമർത്തി. വാതിൽ തുറന്നു. മുറിക്ക് പുറത്ത് ഒരു പെൺകുട്ടി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ കനകരാജിനെ കൗണ്ടറിൽ എത്തിച്ചു. കാറിൽ കയറി അവൻ സത്യവ്രതന്റെ അടുത്തെത്തി. അവർ വളരെ നേരം ചർച്ച നടത്തി. പിറ്റേ ദിവസം തന്നെ ജയകുമാരിക്ക് വിവാഹാലോചനയുമായി മിടുക്കനായ ഒരു കല്യാണ ബ്രോക്കർ ജയദേവന്റെ വീട്ടിലെത്തി. ജയകുമാരിക്ക് ഉടനെ വിവാഹം നടത്തുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. എന്നാൽ ജയദേവന് ശാരദയും സമ്മതിച്ചില്ല. എത്രയും പെട്ടെന്ന് വിവാഹം നടന്നാൽ മനസമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്ന് അവർ ചിന്തിച്ചു. പയ്യനെ കൊണ്ടുവരാൻ ജയദേവൻ ബ്രോക്കറോട് പറഞ്ഞു. മുംബൈ അധോലോകവുമായി ബന്ധമുള്ള മലബാറി ബാബു എന്ന പേരിൽ അറിയപ്പെടുന്ന ബാബുവിനെ സത്യവ്രതൻ ഫോൺ ചെയ്തു വരുത്തി. പ്രകാശിന്റെ ഒഴിഞ്ഞുകിടന്ന വലിയ വീട് ബാബുവിന് വേണ്ടി ഒരുങ്ങി. അച്ഛനും അമ്മയും സഹോദരിയും അമ്മാവനും അവനുണ്ടായി. പെണ്ണിന്റെ ആളുകൾ ചെറുക്കനെയും അവന്റെ ചുറ്റുപാടുകളെ പറ്റിയും ഒക്കെ കണ്ട് തൃപ്തരായി. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ ബാബുവും ജയകുമാരിയും തമ്മിലുള്ള വിവാഹം നടന്നു. ആദ്യ രാത്രിയിൽ മധുവിധുവിന്റെ ലഹരിയിൽ മതിമറന്നു കിടക്കുന്ന ജയകുമാരിയോട് ബാബു പറഞ്ഞു, നാളെ വൈകുന്നേരം നമുക്ക് മുംബൈക്ക് പോകണം. നാളെ ഒരാഴ്ചയെങ്കിലും കഴിയട്ടെ. പിറ്റേ ദിവസം നമുക്ക് ഫ്ലൈറ്റിൽ തന്നെ മടങ്ങി വരാം. എന്റെ ഓഫീസിലുള്ളവർക്കും സുഹൃത്തുക്കൾക്കും റിസപ്ഷൻ കൊടുക്കണം. നമ്മൾ അങ്ങോട്ടും പ്ലെയിനിലാണോ പോകുന്നത്? അവൾ ചോദിച്ചു. എന്താ, ആകാശത്തു കൂടി പറക്കാൻ പേടിയാണോ? ഇതുവരെ ഞാൻ പ്ലെയിൻ അടുത്തുനിന്ന് പോലും കണ്ടിട്ടില്ല. നാളെ കാണുകയും പറക്കുകയും ചെയ്യാം. തനിക്കുണ്ടായ മഹാഭാഗ്യമോർത്ത് ജയകുമാരി വളരെ സന്തോഷിച്ചു. രാവിലെ തന്നെ അവൾ ഫോൺ ചെയ്ത് അച്ഛനോടും അമ്മയോടും വിവരം പറഞ്ഞു. അവർക്കും സന്തോഷമായി. പിറ്റേ ദിവസം രാവിലെ അവർ പ്ലെയിനിൽ കയറി മുംബൈ എയർപോർട്ടിൽ ഇറങ്ങി. അവിടെ നിന്ന് ടാക്സിയിൽ ദക്ഷിണ മുംബൈയിലേക്ക് കുതിച്ചു. നിരത്തിലൂടെ ഇടതടവില്ലാതെ ഒഴുകുന്ന വാഹനങ്ങളും അമ്പരചുംബികളായ സൗധങ്ങളും കണ്ട് ജയകുമാരി വിസ്മയത്തോടെ ഇരുന്നു. വർളിയും കഴിഞ്ഞ് മഹാലക്ഷ്മിയും കഴിഞ്ഞ് കാർ താർവാദ് വഴി ബോംബെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് തെക്കുഭാഗത്തുള്ള ഓവർ ബ്രിഡ്ജ് കയറി ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഗ്രാൻഡ് റോഡിലെ ഒരു പഴയ കെട്ടിടത്തിന്റെ മുമ്പിലെത്തി. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ അവരെ 50 വയസ്സിന് മേൽ പ്രായമില്ലാത്ത ഒരു സ്ത്രീ വന്ന് സ്വീകരിച്ചുകൊണ്ട് 2ാം നിലയിലേക്ക് കൊണ്ടുപോയി. ചെറുതെങ്കിലും മനോഹരമായി അലങ്കരിച്ച മുറി. സ്ത്രീയുമായി ബാബു കുറച്ചു സമയം ഹിന്ദിയിൽ സംസാരിച്ചു. ഒരു യുവതി 2 പേർക്കും കുടിക്കാനായി ഓറഞ്ച് ജ്യൂസുമായി എത്തി. അവർ ജ്യൂസ് വാങ്ങിക്കുടിച്ചു. മയക്കുമരുന്ന് ചേർത്ത് ജ്യൂസ് കുടിച്ച ജയകുമാരി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കസേരയിൽ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അവൾ കണ്ണുകൾ തുറന്നപ്പോൾ മറ്റൊരു മുറിയിലായിരുന്നു. നൂൽവസ്ത്രമില്ലാതെ കിടക്കുന്ന അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് കിടക്കുന്ന മനുഷ്യൻ തന്റെ ഭർത്താവല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. കാതും കഴുത്തും കൈകളും ശൂന്യം. എന്തു മറിമായമാണിത്? താൻ സ്വപ്നം കാണുകയാണോ? അവൾ പെട്ടെന്ന് വസ്ത്രങ്ങൾ എടുത്ത് വാരി വലിച്ചെടുത്തുകൊണ്ട് ആ മനുഷ്യന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി. കണ്ടു പരിചയമുള്ള മുഖം. ഉറക്കം നടിച്ചു കിടന്നയാൾ എഴുന്നേറ്റ് കട്ടിലിൽ കള്ളച്ചിരിയോടെ ഇരുന്നു കൊണ്ട് ചോദിച്ചു, എന്നെ മനസ്സിലായോ? ജയകുമാരി അതിഭയങ്കരമായി ഞെട്ടി. ഭൂമി കീഴ്മേൽ മറിയുന്നത് പോലെ അവൾക്ക് തോന്നി. കനകരാജ് തന്റെ കൂട്ടുകാരിയെ വശീകരിച്ചു കൊണ്ടുപോയി മാലോകർക്ക് കാഴ്ചവെച്ച് പണം സമ്പാദിച്ച കശ്മലൻ. അവൻ എങ്ങനെ തന്റെ മുറിയിൽ വന്നു? ബാബുവേട്ടാ! അവൾ ഉറക്കെ വിളിച്ചുകൊണ്ട് വാതിൽ ലക്ഷ്യമാക്കി കുതിക്കാൻ ഭാവിച്ചപ്പോൾ കനകരാജ് കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഏത് ബാബുവേട്ടനെ എന്നെ വിളിക്കുന്നത്? അവൻ പോയി. അവൾ കുതിരാൻ ശ്രമിച്ചപ്പോൾ കനകരാജ് പിടിവിട്ടു. ജയകുമാരി വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ അത് പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. ഭീതിയോടെ അവൾ കനകരാജിനെ നോക്കി. എന്തിനാ എന്തിനാ നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത്? ഇത് ഒരു ഉപദ്രവമാണോ? നിന്റെ അച്ഛൻ എന്നെ ഉപദ്രവിച്ച് വഴിയാധാരമാക്കിയില്ലടി. ഈ സ്ഥലം ഏതാണെന്നറിയാമോ? ഗ്രാൻഡ് റോഡ്, മുംബൈയിലെ കുപ്രസിദ്ധമായ ചുവന്ന തെരുവ്. നിന്നെ 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഇവർക്ക് വിറ്റു. അതെ മോളെ, പ്രോത്സാഹന സമ്മാനമാണ് നിന്നോടൊപ്പമുള്ള ഇന്നത്തെ ദിവസം. ഞാൻ മാത്രമല്ല, എന്റെ കൂട്ടുകാരനുമുണ്ട്. വാതിലേക്ക് നോക്കി കനകരാജ് വിളിച്ചു, സത്യവ്രത കേറി വാ.
വാതിൽ തുറന്ന് സത്യവ്രതൻ മുറിയിലേക്ക് കയറി. സത്യവ്രതന്റെ ഫോട്ടോ പത്രത്തിൽ കണ്ട് ജയകുമാരിക്ക് നല്ല പരിചയമുണ്ടായിരുന്നു. കനകരാജ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സത്യവ്രതൻ വാതിൽ അടച്ച് കുറ്റിയിട്ടതിനു ശേഷം അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ജയകുമാരി കൈ വലിച്ച് അവന്റെ കരണത്ത് ഒരടി കൊടുത്തു. ഏ, നീ എന്നെ അടിച്ചോടി? സത്യവ്രതൻ അവളുടെ മുഖമടച്ച് രണ്ടെണ്ണം കൊടുത്തിട്ട് കട്ടിലിൽ പിടിച്ചു കടത്തി. അവളുടെ വസ്ത്രങ്ങൾ പിച്ചി ചീന്തി എറിഞ്ഞു. കൈ കൂപ്പിക്കൊണ്ട് ദയക്കായി കേണപേക്ഷിച്ച് അവളോട് സത്യവ്രതൻ പറഞ്ഞു, എടി, നിന്റെ ബാബു ഉണ്ടല്ലോ, അവൻ മലബാറി ബാബു എന്ന അധോലോക നായകനാണ്. ജീവിതകാലം മുഴുവൻ ഈ ചുവന്ന തെരുവിലെ അന്തേവാസിയായി നീ കഴിയും. ഇവരുടെ ആവശ്യം കഴിയുമ്പോ നിന്നെ തെരുവിലേക്ക് വലിച്ചെറിയും. എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം പ്ലീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. തൽക്കാലം എനിക്ക് അനുഗ്രഹം വേണ്ടടി. നീ മര്യാദയ്ക്ക് കിടക്കുന്നതാണ് നല്ലത്. ജയകുമാരിക്ക് കീഴടങ്ങുകയെ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. സത്യവ്രതൻ മുറിയിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ അവളെ സ്വീകരിച്ച സ്ത്രീ മുറിയിലേക്ക് കയറി. തമിഴും മലയാളവും കലർന്ന ഭാഷയിൽ അവർ ചോദിച്ചു, ഈ സ്ഥലം ഏതെന്ന് നിനക്കറിയാമോ? ഇല്ല, ഇത് ചുവന്ന തെരുവാണ്. ഈ രാജ്യത്തെ ഒരു നിയമവും ഇവിടെ ബാധകമല്ല. 2 ലക്ഷം രൂപ കൊടുത്ത് നിന്നെ ഞാൻ വാങ്ങിയതാണ്. മുതലും പലിശയും എന്റെ ലാഭവും കിട്ടിക്കഴിഞ്ഞാൽ നീ സ്വതന്ത്രയാകും. ബാക്കി കാര്യങ്ങൾ നിന്റെ മിടുക്കുപോലിരിക്കും. ജയകുമാരി ദയനീയമായി ആ സ്ത്രീയെ നോക്കി. അവർ പോയി കഴിഞ്ഞപ്പോൾ മറ്റൊരു യുവതി മുറിയിൽ കയറി കഥകടച്ചു. ശുദ്ധ മലയാളത്തിൽ അവൾ ചോദിച്ചു, കുട്ടിയുടെ പേരെന്താ? ജയകുമാരി. ഭർത്താവ് ചതിച്ചാണല്ലേ? ഇനി ഇവിടുന്ന് രക്ഷപ്പെടില്ല. 2 വർഷം മുമ്പ് ഞാനും ഒരു ചതിവിൽപ്പെട്ട് ഇവിടെ വന്നതാ. എതിർക്കാതെ ഇവർ പറയുന്നത് അനുസരിച്ച ക്രൂരമായ മർദ്ദനത്തിൽ നിന്നെങ്കിലും രക്ഷപ്പെടാം. എന്നെ ആ സ്ത്രീ ഒത്തിരി ഉപദ്രവിച്ചതാണ്. ഞാൻ ആത്മഹത്യ ചെയ്യും. അതിന് നിനക്ക് കഴിയില്ല കുട്ടി. ലക്ഷങ്ങൾ കൊടുത്ത് നിന്നെ വാങ്ങിയവർ നിന്റെ ജീവൻ നഷ്ടപ്പെടാതെ എപ്പോഴും ശ്രദ്ധിക്കും. അപ്പോ ഇവിടെ നിന്ന് ഒരിക്കലും മോചനമില്ലേ? ചാറ് ഊറ്റിക്കഴിഞ്ഞ് തെരുവിലേക്ക് ഇറക്കി വിടും. കടം വീട്ടി കഴിഞ്ഞ് പോകാമെന്ന് അവർ വെറുതെ പറയുന്നതാ. വരുന്നവർ കൊടുക്കുന്ന തുക എത്രയാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. എന്റെ വീട്ടിലേക്ക് ഒന്ന് ഫോൺ ചെയ്യാൻ പറ്റുമോ? ഒന്നും നടക്കില്ല. അതിന് ശ്രമിച്ച ശിക്ഷ വളരെ ക്രൂരമായിരിക്കും. ചേച്ചിയുടെ പേരെന്താ? പേരിൽ എന്താർത്ഥം? നിനക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. അവൾ വാതിൽ ലക്ഷ്യമാക്കി നടന്നപ്പോൾ ജയകുമാരി ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ചു. ചേച്ചി, എന്നെ വിട്ടു പോകരുത്. അവൾ ജയകുമാരിയെ നോക്കി വികൃതമായി മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, നീ ധൈര്യമായിരിക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയും. ചേച്ചിയുടെ പേരെങ്കിലും പറയൂ പ്ലീസ്. ജയകുമാരി യാചിച്ചു. എന്റെ പേര് ഇന്ദു. പക്ഷേ ഇവിടെ എല്ലാവരും റാണി എന്നാണ് വിളിക്കുന്നത്. ഞാൻ പോട്ടെ. മറുപടിക്കായി കാത്തു നിൽക്കാതെ ഇന്ദു പോയി. അല്പസമയം കഴിഞ്ഞ് മധ്യവയസ്കയായ ഒരു സ്ത്രീ മുറിയിൽ കയറി. ജയകുമാരിയെ ബാത്റൂമിൽ കയറ്റി കുളിക്കാൻ പറഞ്ഞു. അവൾ കുളിച്ചു. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയ അവളെ നവവധുവിനെ പോലെ അവർ വസ്ത്രങ്ങൾ ഒളിപ്പിച്ചു. കൃത്രിമ ആഭരണങ്ങൾ അണിയിച്ചു. മുറിയിൽ നിന്നും അവളെ കൂട്ടിക്കൊണ്ട് മറ്റൊരു മുറിയുടെ വാതിൽക്കിലെത്തി. ജയകുമാരിയുടെ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീ വാതിൽ തള്ളി തുറന്നു. മുഗൾ ചക്രവർത്തിമാരുടെ ദർബാർ ഹാൾ പോലെ അലങ്കരിച്ച വലിയ ഹാൾ. ചിത്രപ്പണികൾ ചെയ്ത പരവതാനി ഹാളിൽ വിരിച്ചിരിക്കുന്നു. ഹാളിൽ 4-5 പുരുഷന്മാർ. അയഞ്ഞ പൈജാമയും കുർത്തയുമായിരുന്നു അവരുടെ വേഷം. ഉരുളൻ തലയണികളിൽ ചാരി അവർ കിടക്കുന്നു. മൃദംഗവും വീണയും തമ്പുരുവും നാദം തിട്ടപ്പെടുത്തുന്നു. വാദ്യോപകരണക്കാരായ 3 പേർ ഹാളിന്റെ ഒരു മൂലയിൽ ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. ജയകുമാരിയുമായി ആ സ്ത്രീ ഹാളിലേക്ക് കയറി. അവർ പുരുഷന്മാർക്ക് അഭിമുഖമായി എതിർവശത്ത് ഭിത്തിയോട് ചേർന്ന് ചമ്രം പടിഞ്ഞിരുന്നു. 4 യുവതികൾ ഹാളിലേക്ക് പ്രവേശിച്ചു. അവരിൽ ഒരാൾക്ക് രാജസ്ഥാനി നർത്തകിയുടെ വേഷമായിരുന്നു. നർത്തകി പുരുഷന്മാരെ അഭിവാദ്യം ചെയ്തിട്ട് ഹാളിന്റെ മധ്യഭാഗത്ത് നിന്നു. മൃദംഗവും തമ്പുരവും വീണയും താളാത്മകമായ നാദം പുറപ്പെടുവിച്ചു. ഒരു യുവതി മുജറ എന്ന പേരിൽ അറിയപ്പെടുന്ന അശ്ലീല ചുവയുള്ള ഗാനം ആലപിക്കാൻ തുടങ്ങി. നർത്തകി നൃത്തം ആരംഭിച്ചു. അതിഥികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവർ നർത്തകിയെ അഭിനന്ദിക്കുകയും കറൻസി നോട്ടുകൾ അവൾക്ക് നേരെ വലിച്ചെറിയുകയും ചെയ്തുകൊണ്ടിരുന്നു. രാഷ്ട്രപിതാവിന്റെ തലയിൽ ചവിട്ടി അവൾ മദാലസ നൃത്തമാടുകയാണ്. പെട്ടെന്ന് നടത്തിപ്പുകാരി ഹാളിലേക്ക് പ്രവേശിച്ച് 3 തവണ കൈയടിച്ചു. നൃത്തവും ഗാനവും വാദ്യവും നിലച്ചു. എല്ലാ കണ്ണുകളും അവരിലേക്ക്. പട്ടുസാരിയും ആഭരണങ്ങളും അണിഞ്ഞ അവർ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. 10 വയസ്സ് പ്രായക്കുറവുണ്ടെന്ന് തോന്നും. ചുണ്ടുകൾ ലിപ്സ്റ്റിക് പുരട്ടി ചുവപ്പിച്ചിരിക്കുന്നു.
ശുദ്ധമായ ഹിന്ദിയിൽ അവർ അതിഥികളോടായി പറഞ്ഞു. എന്റെ കിളിക്കൂടിൽ പുതിയ കിളികൾ വരുന്നില്ലെന്ന് നിങ്ങളെല്ലാം പറയാറുണ്ടല്ലോ. ഇതാ പുതിയ കിളി പറന്നെത്തിയിരിക്കുന്നു. അവൾ പറഞ്ഞു തീർന്നതും ഒപ്പം ഇരുന്ന സ്ത്രീ ജയകുമാരിയെ എഴുന്നേൽപ്പിച്ചു അതിഥികളുടെ മുമ്പിലെത്തി. ഓരോരുത്തർക്കും സലാം കുടിപ്പിച്ചു. ആർത്തി പൂണ്ട കണ്ണുകൾ അവളെ ഒഴിഞ്ഞു നോക്കി. 5,000 റുപ്യ, അതിഥികളിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. ആഹ്ലാദത്തിമർപ്പോടും വാശിയോടും അതിഥികൾ ലേലം വിളി നടത്തി. ഒരു മധ്യവയസ്കൻ 25,000 രൂപ പറഞ്ഞു. അതിനു മുകളിൽ ആരും പറഞ്ഞില്ല. തുക ഉറച്ചപ്പോൾ വാദ്യോപകരണങ്ങൾ വീണ്ടും നാദമുയർത്തി. ഗായിക ഗാനാലാപം തുടങ്ങി. നർത്തകി നൃത്തമാടി. ജയകുമാരിക്ക് മധ്യവയസ്കന്റെ അടുത്തിരുത്തിയിട്ട് സ്ത്രീ ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി. ജയകുമാരിക്ക് ഒന്നും മനസ്സിലായില്ല. മരവിച്ച മനസ്സുമായി അവളുടെ കണ്ണുകൾ ഇന്ദുവിനെ തിരഞ്ഞു. 4 യുവതികളോടൊപ്പം അവൾ ഉണ്ടായിരുന്നില്ല. അതിഥികളിൽ പലരും എഴുന്നേറ്റ് പോയി. മധ്യവയസ്കൻ വലിച്ചുകൊണ്ടിരുന്ന ഹുക്ക മാറ്റിവെച്ചിട്ട് ജയകുമാരിയുടെ തോളത്ത് കൈയിട്ട് തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചിരുത്താൻ ശ്രമിച്ചു. അവൾ കുതറാൻ ശ്രമിച്ചപ്പോൾ നടത്തിപ്പുകാരി അലറി, അനങ്ങാതിരിക്കടി. അവരുടെ ഉണ്ടക്കണ്ണുകളിൽ നിന്ന് തീ പാറുന്നത് ജയകുമാരി കണ്ടു. സിംഹത്തിന്റെ മുമ്പിൽ അകപ്പെട്ട പേടമാനെ പോലെ അവൾ പേടിച്ചു വിറച്ചിരുന്നു. കുറെ നേരം കൂടി കഴിഞ്ഞപ്പോൾ സംഗീതവും നൃത്തവും അവസാനിച്ചു. ജയകുമാരിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആൾ ഒഴികെ എല്ലാവരും മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അയാൾ അവളുടെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ബലമായി പിടിച്ച് തുരുതുരെ ചുംബിച്ചിട്ട് കോരിയെടുത്തുകൊണ്ട് മറ്റൊരു മുറിയിലേക്ക് പോയി. നേരം പുലരായപ്പോഴാണ് അയാൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കുറെ നോട്ടുകൾ ചുരുട്ടി അവളുടെ കയ്യിൽ വെച്ചു കൊടുക്കാനും അയാൾ മറന്നില്ല. ജയകുമാരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛനെയും അമ്മയെയും പറ്റി ചിന്തിച്ചപ്പോൾ ഹൃദയം പൊട്ടുന്നത് പോലെ അവൾക്ക് തോന്നി. ഇന്ദു മുറിയിലേക്ക് കയറി ചെന്നു. മരവിച്ചു നിൽക്കുന്ന ജയകുമാരിയുടെ തോളത്ത് അവൾ തട്ടി. ചുണ്ടുകൾ കടിച്ച് വിതുമ്പലടക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ ഇന്ദുവിനോട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് മരിക്കാനും കഴിയുന്നില്ലല്ലോ ചേച്ചി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ ശിക്ഷ അനുഭവിക്കുന്നത്? മനസ്സിന് ധൈര്യം കൊടുക്കടി പെണ്ണെ. ഇവരോട് സഹകരിച്ച് നിൽക്ക്. എപ്പോഴെങ്കിലും നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയും. ചേച്ചി രക്ഷപ്പെടാൻ ശ്രമിക്കാത്തത് എന്താണ്? എന്തിനാ രക്ഷപ്പെടുന്നത്? ഇപ്പോ എനിക്കിവിടെ നല്ല സ്വാതന്ത്ര്യമുണ്ട്. രക്ഷപ്പെടണമെന്ന് തോന്നുന്നില്ല. അവളുടെ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന നോട്ടുകളിലേക്ക് ഇന്ദു നോക്കിക്കൊണ്ട് ചോദിച്ചു, എത്രയുണ്ട്? പണം അവൾ ഇന്ദുവിന്റെ കയ്യിലേക്ക് ഇട്ടു. ഇന്ദു അത് നിവർത്തി നോക്കി. 500-ന്റെ 3 നോട്ടുകൾ. പണം അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഇന്ദു തുടർന്നു, ഈ പണം ആരും കാണാതെ സൂക്ഷിച്ചു കൊള്ളണം. ഇനിയും ഇങ്ങനെ ടിപ്പ് കിട്ടും. അവസരം കിട്ടുമ്പോൾ ചാടിക്കൊള്ളണം. പക്ഷെ ഒരു കാര്യം. എന്താ ചേച്ചി? പിടിക്കപ്പെട്ട ഇഞ്ചി ചതയ്ക്കും പോലെ നിന്നെ ചതയ്ക്കും. തള്ളയുടെ കയ്യിൽ ചാട്ടവാറുണ്ട്. അവരുടെ പേരെന്താ ചേച്ചി? സുരഭി. എല്ലാവരും ആന്റീന്നാ വിളിക്കുന്നത്. ഇന്നലെ ചേച്ചിയെ ഡാൻസ് നടന്ന ഹാളിൽ കണ്ടില്ലല്ലോ. ഞാൻ പഴയ ആളല്ലേ. അവിടെ ഇനി പ്രവേശനമില്ല. 1 മാസം നിന്നെ അവിടെ പ്രതിഷ്ഠിക്കും. ഇന്നലെ രാത്രിയിലെ നിന്റെ വില 25,000 രൂപയായിരുന്നു. ജയകുമാരി ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് കിട്ടുന്ന രൂപ മുഴുവൻ ഞാൻ ചേച്ചിക്ക് തരാം. എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താമോ? മോളെ, നീ ഉദ്ദേശിക്കുന്ന ലോകമല്ലിത്. പിമ്പുകളും ഗുണ്ടകളും കൊലപാതകളുമാണ് ഇവിടെ ചുറ്റി നടക്കുന്നത്. നീ വിശ്വസ്തയായി നിൽക്ക്. അപ്പോൾ പുറത്ത് ഹോട്ടലുകളിൽ കൊണ്ടുപോകും. തരം കിട്ടുമ്പോ ചാടിക്കൊള്ളണം. എന്റെ വീട്ടിലേക്ക് ഒന്ന് ഫോൺ ചെയ്യാമോ? ഈ പണം ചേച്ചി എടുത്തോ. പറ്റില്ല മോളെ. ചാരക്കണ്ണുകൾ എപ്പോഴും പിന്തുടരും. ഞാനും നീയും തല്ലുകൊള്ളും. പിന്നെ മുളകുപൊടി പ്രയോഗവും. ഇന്ദുവിന് തന്നെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ജയകുമാരിക്ക് തോന്നി. ഇന്ദു പണം ജയകുമാരിയുടെ കയ്യിൽ കൊടുത്തു. അവൾ പോയി. കുളിയും നനയും കഴിഞ്ഞ് ഉറങ്ങിക്കൊള്ളാൻ സുരഭി വന്ന് ജയകുമാരിയോട് പറഞ്ഞു. അവൾക്ക് കുടിക്കാൻ പ്രഭാത ഭക്ഷണത്തോടൊപ്പം മുന്തിരിങ്ങയും ആപ്പിളും ഒരു സ്ത്രീ മുറിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി. ജയദേവൻ മകളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് ആരും എടുക്കുന്നില്ല. പലതവണ വിളിച്ചിട്ടും ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നപ്പോൾ ജയദേവന് നേരിയ വിഷമം തോന്നി. മകളും മരുമകനും മുംബൈക്ക് പോയതിന് പിന്നാലെ അവന്റെ അച്ഛനും അമ്മയും സഹോദരിയും എവിടെ പോയി? മുംബൈയിൽ നിന്നും ജയകുമാരിയും ബാബുവും ഫോൺ വിളിച്ചതുമില്ല. അയാൾ പെട്ടെന്ന് റെഡിയായി പട്ടണത്തിൽ ബസ് ഇറങ്ങി. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വീടിന്റെ മുമ്പിലെത്തി. ഗേറ്റ് പുറത്തുനിന്നും പൂട്ടിയിരിക്കുന്നു. എല്ലാവരും മുംബൈക്ക് പോയിരിക്കുമോ? അടുത്ത വീടിന്റെ ഗേറ്റ് കടന്ന് കോളിംഗ് ബെൽ അടിച്ചു. മധ്യവയസ്കയായ സ്ത്രീ വാതിൽ തുറന്നു.
ആരാ? ആ വീട്ടിലുള്ളവർ എവിടെ പോയി? അവർ പോയല്ലോ. എങ്ങോട്ട്? കല്യാണത്തിന് വേണ്ടി വെറും 2 ദിവസത്തേക്ക് വാടകയ്ക്ക് എടുത്തതാണെന്നാ അവർ പറഞ്ഞത്. ഏ? ജയദേവൻ നടുങ്ങി. ഈ കെട്ടിടം ആരുടേതാണ്? അറിയില്ല. ജയദേവന്റെ മനസ്സിൽ തീ കത്താൻ തുടങ്ങി. അടുത്തുള്ള വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എല്ലാം അയാൾ കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ പറ്റി അന്വേഷിച്ചു. ആർക്കും അറിഞ്ഞുകൂടാ. തന്റെ മകൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് അയാളുടെ മനസ്സ് പറഞ്ഞു. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് മുനിസിപ്പൽ ഓഫീസിലെത്തി. ആ വീടിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ചു. വീണ്ടും ഓട്ടോ പിടിച്ച് മേൽവിലാസക്കാരന്റെ സ്ഥലത്തെത്തി അന്വേഷിച്ചു. അങ്ങനെ ഒരാൾ ആ സ്ഥലത്തില്ല. ജയദേവൻ തളർന്നു പോയി. അടുത്തുള്ള കടയിൽ നിന്നും 2 സോഡ വാങ്ങിക്കുടിച്ചു. എന്നിട്ടും അയാളുടെ മനസ്സിലെ തീ അണഞ്ഞില്ല. ഈ വിവരം ശാരദയോട് എങ്ങനെ പറയുമെന്ന് ഓർത്തപ്പോൾ വീണ്ടും മനസ്സിലെ തീ ആളി. 3 വർഷത്തിന് ശേഷം അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതേ ഉള്ളൂ. അടുത്ത ഷോക്ക് ഏൽക്കാനുള്ള കെൽപ്പ് അവൾക്ക് ഉണ്ടായിരിക്കില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ജയദേവൻ ഒരു കടയുടെ വരാന്തയിൽ തളർന്നിരുന്നു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓജസ് വീണ്ടെടുത്തുകൊണ്ട് ബ്രോക്കറുടെ സ്ഥലം അന്വേഷിച്ചെത്തി. അങ്ങനെ ഒരു ബ്രോക്കർ അവിടെ ഇല്ല. വളരെ വിദഗ്ധമായി തന്റെ മകളെ ചതിവിൽ വീഴ്ത്തിയതാണെന്ന് ജയദേവന് മനസ്സിലായി. തന്റെ മകളോടൊപ്പം സമ്പാദ്യവും നഷ്ടപ്പെട്ടിരിക്കുന്നു. പതറിയ മനസ്സോടെ അയാൾ സഹോദരന്റെ വീട്ടിലെത്തി. സഹോദരനോട് കാര്യങ്ങൾ പറഞ്ഞു. ജയദേവന്റെ സഹോദരൻ സഹദേവന്റെ മകൻ മുംബൈയിലാണ്. സഹദേവൻ മകനെ വിളിച്ച് ബാബുവിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്തിട്ട് വേഗം അന്വേഷിക്കാൻ പറഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുംബൈയിൽ നിന്നും മറുപടി കിട്ടി. അഡ്രസ്സും ഫോൺ നമ്പറും ശരി തന്നെ. ബാബു എന്ന പേരിൽ അവിടെ ആരുമില്ല. ഒരു പഞ്ചാബിയുടെ വീട്ടിലെ അഡ്രസ്സും ഫോൺ നമ്പറുമായിരുന്നു അത്. ഇത് തട്ടിപ്പാടാ, നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം, സഹദേവൻ അനുജനോട് പറഞ്ഞു. ജയദേവൻ മറുപടി പറഞ്ഞില്ല. അയാളുടെ മനസ്സ് വേറുകയായിരുന്നു. നീ എന്താടാ ഒന്നും പറയണ്ടാത്തത്? സഹദേവൻ ചോദിച്ചു. ശാരദയുടെ കാര്യം ഓർക്കുകയായിരുന്നു. അവൾ ഇതറിഞ്ഞു കഴിഞ്ഞാ ധൃതി പിടിച്ച് ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല. ഈ കുടുംബത്തിലുണ്ടായിരുന്ന ആകെയുള്ള പെൺതരിയ ജയദേവ, എന്തുവാടാ ചെയ്യുന്നത്? എനിക്കറിയില്ല ചേട്ടാ. ജയദേവൻ തലയ്ക്ക് കൈകൾ കൊടുത്ത് കണ്ണുകൾ അടച്ചിരുന്നു. സഹദേവൻ കുടുംബക്കാരെയും കൂട്ടരെയും പെട്ടെന്ന് വിളിച്ചു വരുത്തി. പോലീസിൽ പരാതി നൽകി. ശാരദയുടെ സമനില തെറ്റി. വീട്ടിൽ അവരെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഭ്രാന്താശുപത്രിയിലേക്ക് മാറ്റി. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ജയദേവന്റെ താടിയും മുടിയും വളർന്നു. ആരോടും മിണ്ടാതെ അയാൾ വീട്ടിൽ ഏകനായിരുന്നു. ജയകുമാരിയെ പറ്റി യാതൊരു സൂചനയും ആർക്കും ലഭിച്ചില്ല. മുംബൈയിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സഹദേവന്റെ മകൻ ജയൻ നഗരത്തിന്റെ ഇരുണ്ട മുഖങ്ങൾ കാണാത്ത ഒരു പാവം ചെറുപ്പക്കാരനായിരുന്നു. അധോലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവന് തന്റെ ഇടമില്ലായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞു. പിഞ്ചളയിലെ ജയകുമാരിക്കുണ്ടായിരുന്ന താരപദവി അവസാനിച്ചു. അവൾ 2ാം ഗ്രേഡുകാരിയായി. മുന്തിയ ഹോട്ടലുകളിൽ പിമ്പിനോടൊപ്പം അവളെ സുരഭി അയക്കാൻ തുടങ്ങി. അപരിചിതമായ മഹാനഗരത്തിലെത്തിയ എട്ടും പൊട്ടും തിരിയാത്ത ഭാഷവശമില്ലാത്തതുമായ ജയകുമാരിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുകയില്ലെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സുരഭിക്ക് അറിയാമായിരുന്നു. 2 ആഴ്ചയോളം പിമ്പിനോടൊപ്പം രാത്രികാലങ്ങളിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ജയകുമാരിക്കും ഒരു കാര്യം മനസ്സിലായി. ഇന്ദു പറഞ്ഞത് വളരെ ശരിയാണ്. താൻ സ്വതന്ത്രയാക്കപ്പെട്ടെങ്കിലും ഇവരുടെ ചാരക്കണ്ണുകൾ എപ്പോഴും കൂടെയുണ്ട്. ജീവിതം ഇങ്ങനെ തന്നെ അവസാനിക്കും. ഒരിക്കലും അച്ഛനെയും അമ്മയെയും കാണാൻ കഴിയുകയില്ല. തന്റെ ജീവിതം തകർത്ത കശ്മലമാരോട് ഒരു പ്രതികാര വാക്ക് പോലും പറയാൻ അവസരം കിട്ടുകയില്ല. ഇന്ദുവിനെ പോലെ താനും വേശ്യാതെരുവിലെ മുറിയിൽ ജീവിതം തളച്ചിടേണ്ടി വരും. 1 ആഴ്ച കൂടി കടന്നുപോയി. പകലിനെ രാത്രിയാക്കിയ ജയകുമാരി സുഖമായി മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അവളെ ഇന്ദു തട്ടി ഉണർത്തി. എന്താ ചേച്ചി, ഒന്ന് ഉറങ്ങാൻ കൂടി സമ്മതിക്കത്തില്ലേ? സങ്കടത്തോടെ ജയകുമാരി ചോദിച്ചു. എടി പെണ്ണെ, ഒരു മലയാളി ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. അതിന് ഞാൻ എന്ത് വേണം? ചേച്ചി ചെല്ല്, ഞാൻ ഉറങ്ങട്ടെ. ജയകുമാരി പുതപ്പെടുത്ത് തലയിലിട്ടു. ഇന്ദു പുതപ്പ് വലിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു. എടി പെണ്ണെ, അയാൾ നിന്നെ കാണാൻ വന്നതാ. ഏ? എന്നെയോ? അവൾ ചാടി എഴുന്നേറ്റു. ഇന്ദു മുറിയിൽ നിന്ന് പോയി. ജയകുമാരി ബാത്റൂമിൽ കയറി കതകടച്ചു. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാത്രം ആവശ്യപ്പെട്ട മലയാളി ചെറുപ്പക്കാരൻ ആരായിരിക്കുമെന്ന് അവൾ ചിന്തിച്ചു. കല്യാണ പിറ്റേന്ന് മുംബൈയിലെ ചുവന്ന തെരുവിൽ വിൽക്കാൻ മഹാമനസ്കത കാണിച്ച അധോലോക നായകൻ മലബാറി ബാബു ആയിരിക്കുമോ? ചന്ദ്രഗിരി പെൺകുട്ടിക്ക് വേണ്ടി തന്റെ അച്ഛൻ രംഗത്തിറങ്ങിയതിന്റെ പക തീർക്കാൻ എത്തിയ
കനകരാജോ സത്യവ്രതനോ ആയിരിക്കുമോ? ഇവർ 3 പേർക്കല്ലാതെ താൻ എവിടുത്തെ അന്തേവാസിയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇവരിൽ ആരെങ്കിലും ആയിരിക്കുമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഇത് തന്റെയും അവന്റെയും അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും. കുളിമുറിയിൽ അശ കെട്ടിയ നൈലോൺ ചരട് അവൾ അഴിച്ചെടുത്തു. അവൻ കാമക്കൂത്ത് നടത്തുമ്പോൾ കഴുത്തിൽ ചരട് ചുറ്റി വലിച്ചു മുറുക്കുക. മരിച്ചെന്ന് ഉറപ്പുവരുത്താതെ കൈ അയക്കുകയില്ല. കുളിമുറിയിൽ നിന്നും ഇറങ്ങിയ ഉടൻ നെറ്റയുടെ കീഴെ പെട്ടെന്ന് എടുക്കാവുന്ന രീതിയിൽ ചരട് ഒളിച്ചു വെച്ചു. വസ്ത്രങ്ങൾ ധരിച്ചു. സുഗന്ധലേപനങ്ങൾ പുരട്ടി. താൻ റെഡിയാണെന്ന് അറിയിക്കാനായി സുരഭയുടെ മുറിയിലെ കോളിംഗ് ബെല്ലിന്റെ ബട്ടൺ അമർത്തി. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചാരിയിരുന്ന വാതിൽ തള്ളി തുറന്ന് യുവാവ് മുറിയിലേക്ക് കയറി. 4 കണ്ണുകൾ കൂട്ടിമുട്ടി. അപരിചിതനായ മലയാളി യുവാവ്. ജയകുമാരിയുടെ കോപമടങ്ങി. അപ്പോഴും ഒരു സംശയം ബാക്കി നിന്നു. താൻ ഇവിടെയുണ്ടെന്ന് ഈ യുവാവ് എങ്ങനെ അറിഞ്ഞു? ഇവനെ മൂവർ സംഘത്തിലെ ആരെങ്കിലും പറഞ്ഞു വിട്ടതായിരിക്കുമോ? വിവിധ സംശയങ്ങളോടെ അവൾ മുഖം തിരിച്ചു നിന്നു. പല പുരുഷന്മാരുമായി കിടക്ക പങ്കുവെക്കേണ്ട സാഹചര്യമുണ്ടായിട്ടും മലയാളി യുവാവിനെ കണ്ടപ്പോൾ അവൾക്ക് ലജ്ജ തോന്നി. പെട്ടെന്ന് അവൾ മലയാളക്കരയിലെ കൊച്ചു ഗ്രാമത്തിലുള്ള ശാലീനയായ പെൺകുട്ടിയായി. കതകടച്ച് കുറ്റിയിട്ടതിനു ശേഷം യുവാവ് കട്ടിലിരുന്നു. അപ്പോഴും ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൾ. എന്താ പേര്? യുവാവ് ചോദിച്ചു. ജയകുമാരി മറുപടി പറഞ്ഞില്ല. ഇവിടെ പറയുന്ന പേരിന് സത്യത്തിന്റെ കണിക പോലും ഇല്ലെന്നറിയാമായിരുന്നിട്ടും പേര് ചോദിക്കുന്നു. ഒരുപക്ഷെ തന്നെ തിരിച്ചറിയാനായി അവർ പറഞ്ഞു വിട്ടതായിരിക്കും. എന്തിനാ പേരറിയുന്നത്? ജയകുമാരി ചോദിച്ചു. വേണ്ട, പേര് പറയണ്ട. കുട്ടി ഇങ്ങ് വരൂ. സൗമ്യതയും സ്നേഹവും നിറഞ്ഞ രീതിയിലുള്ള അവന്റെ സംസാരം കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. ചുമലിൽ കൈ പതിഞ്ഞപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ യുവാവിന് അത്ഭുതം തോന്നി. ഞാൻ ഉടനെ മടങ്ങിപ്പോയ ഇതിന്റെ നടത്തിപ്പുകാരി സംശയിക്കും. അതുകൊണ്ട് 1/4 മണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് പോകാം. അവൻ കട്ടിലിരുന്നു. ചിന്താധീനനായി ഇരിക്കുന്ന യുവാവിനെ ജയകുമാരി അത്ഭുതത്തോടെ നോക്കി. കാമാർത്തി പൂണ്ട പുരുഷവർഗത്തിന് ഒരപവാദമായി ചുവന്ന തെരുവിലെ വേശ്യാഗ്രഹത്തിനുള്ളിൽ പണം കൊടുത്തിട്ട് കയറി വന്ന യുവാവ് നിർവികാരനായിരിക്കുന്നു. ഉടനെ മടങ്ങിപ്പോയാൽ നടത്തിപ്പുകാരിക്ക് സംശയം തോന്നുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ എന്തിനാണ് ഇവിടെ കയറി വന്നത്? സർ സർ എന്തിനാ വന്നത്? പെട്ടെന്ന് മറുപടി പറയാതെ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞത് എന്താ? സാറിനെ കണ്ടപ്പോ ഞാൻ എൻ്റെ നാടിനെ പറ്റി ഓർത്തുപോയി. എൻ്റെ അച്ഛനമ്മമാരെ പറ്റി. ബാക്കി പറയാൻ കഴിയാതെ അവളുടെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. വാക്കുകൾ കണ്ണുനീരായി കവിളിലൂടെ ധാരമുറിയാതെ ഒഴുകി. കുട്ടിക്ക് കണ്ണുനീറെങ്കിലും ഉണ്ട്. എനിക്ക് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നിർവികാരതയോടെ അവൻ പറഞ്ഞു. സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ നിന്നെ പ്രാപിക്കാൻ വന്നതല്ല. പിന്നെ എൻ്റെ കുഞ്ഞു പെങ്ങളെ തേടി വന്നതാണ്. കഴിഞ്ഞ 1 വർഷമായി മുംബൈയിലെ ചുവന്ന തെരുവുകളിലും കോൾകൾ കേന്ദ്രങ്ങളിലുമായി ഞാൻ അലയുകയാണ്. പുതിയ പെൺകുട്ടികൾ എത്തിയെന്ന് പിമ്പുകളിൽ നിന്ന് അറിഞ്ഞ അവർ മലയാളികളാണെങ്കിൽ നടത്തിപ്പുകാർ ചോദിക്കുന്ന പണം കൊടുത്ത് ഞാൻ അവരെ സന്ദർശിക്കും. സാറിന് ഇതുവരെ പെങ്ങളെ കാണാൻ കഴിഞ്ഞില്ലേ? ഇല്ല. എങ്ങനെയാണ് പെങ്ങളെ നഷ്ടപ്പെട്ടത്? BSc നഴ്സിംഗ് പഠിച്ച അവൾ ഗൾഫിലേക്ക് പോകാനായി എൻ്റെ ഫ്ലാറ്റിലെത്തിയതാണ്. അവൾ വന്നതിന്റെ പിറ്റേ ദിവസം എനിക്ക് ആക്സിഡന്റ് പറ്റിയെന്നും ആശുപത്രിയിലേക്ക് പോകണമെന്നും പറഞ്ഞ് 2 മലയാളികൾ ചേർന്ന് വിളിച്ചു കൊണ്ടുപോയതായി അടുത്ത ഫ്ലാറ്റിലെ സ്ത്രീ പറഞ്ഞു. ഞാൻ കുറെ അന്വേഷിച്ചു. പിന്നെ പോലീസിൽ പരാതി നൽകി. കുറെ ദിവസം അനാഥപ്രേതങ്ങൾ പരിശോധിച്ചു നടന്നു. പിന്നെ കണ്ടുപിടിച്ചതാണ് ഈ വഴി. കുഞ്ഞുപെങ്ങളുടെ പേരെന്താണ് സർ? അഞ്ജലി. അവൻ പോക്കറ്റിൽ നിന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചുകൊണ്ട് തുടർന്നു. ഇവളെ എപ്പോഴെങ്കിലും കണ്ടെത്തിയ രഹസ്യമായി എന്നെ വിവരം അറിയിച്ചാൽ മതി. എത്ര ലക്ഷം നീ പ്രതിഫലമായി ചോദിച്ചാലും ഞാൻ തരും. സർ. സാറിന്റെ കുഞ്ഞുമകളിൽ ഒരാളായി എന്നെ കണക്കാക്കി ഇവിടെ നിന്നൊന്ന് രക്ഷിക്കാമോ? എത്ര ലക്ഷം വേണമെങ്കിലും എൻ്റെ അച്ഛൻ തരും. പ്ലീസ്. അവന്റെ കാലിൽ പിടിച്ചുകൊണ്ട് അവൾ തന്റെ കഥ വളരെ ചുരുക്കമായി അവനോട് പറഞ്ഞു. യുവാവ് ജയകുമാരിയുടെ 2 തോളിലും പിടിച്ച് എഴുന്നേൽപ്പിച്ച് തന്റെ സമീപത്തിരുത്തി കണ്ണുനീർ തുടച്ചുകൊണ്ട് പതിഞ്ഞതെങ്കിലും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. വളരെ രഹസ്യമായി ഇവിടുത്തെ നടത്തിപ്പുകാരുടെ ബുക്കിലെ ഫോൺ നമ്പറുകൾ ശേഖരിക്കണം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിന്നെ ഞാൻ രക്ഷിക്കാം. സാറിന്റെ പേര് എന്താ സാറ്?
സന്തോഷത്തോടെ അവൾ ചോദിച്ചു. എന്നെ സാറെന്ന് വിളിക്കണ്ട. എന്റെ പേര് അർജുൻ. നിനക്ക് എത്ര വയസ്സുണ്ട്? 18. എന്റെ അഞ്ജലിക്ക് 24 വയസ്സുണ്ട്. ഞാൻ ചേട്ടാ എന്ന് വിളിച്ചോട്ടെ? അവള് തന്റെ വീട്ടിലെ ഫോൺ നമ്പറും അഡ്രസ്സും പറഞ്ഞു കൊടുത്തു. അർജുൻ തന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന ഡയറിയിൽ കുറിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു, ഇവിടെ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് അന്യരാജ്യത്തു നിന്നും ഒരാളെ കടത്തിക്കൊണ്ടു പോകുന്നതിന് തുല്യമാണ്. ഈ രഹസ്യം ആരും അറിയരുത്. നിന്റെ കൂട്ടുകാരിയെ പോലും വിശ്വസിക്കരുത്. അർജുൻ എഴുന്നേറ്റുകൊണ്ട് അവളുടെ മൂർധാവിൽ ചുംബിച്ചു. ജയകുമാരിക്ക് സങ്കടവും സന്തോഷവും നിയന്ത്രിക്കാനായില്ല. അവനെ കെട്ടിപ്പിടിച്ച് അവൾ നിശബ്ദം തേങ്ങി. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നുള്ള ഭാഗങ്ങളുമായി നാളെ കാണാം. നന്ദി.